ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് മാത്തോടത്താണ്. പണ്ട് മാത്തോടം റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ കുറച്ച് ഇപ്പുറത്തേക്കാണ് വീടിന്റെ മുകളിൽ വിരിച്ചിരുന്ന ഷീറ്റ് കാറ്റത്ത് പാറി വന്ന് ട്രാക്കിന്റെ മുകളിലേക്ക് വീണത്. അതോടൊപ്പം തന്നെ ഒരുപാട് മരങ്ങളും ട്രാക്കിലേക്ക് വീണിരുന്നു. ഇവിടെ രണ്ട് സൈഡിലും കമ്പികൾ വെച്ച് കെട്ടിയത് കൊണ്ട് തന്നെ ആംബുലൻസോ മറ്റ് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വണ്ടികളോ കയറാൻ പറ്റാത്ത രീതിയിലായിരുന്നു. നാട്ടുകാരുടെ പ്രയത്നം കൊണ്ടാണ് ആദ്യ രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നിരുന്നത്. 7 മണിയോടുകൂടി 6:30 6:45 കൂടിയാണ് ഒരു വലിയൊരു ചുഴലിക്കാറ്റാണെന്ന് പറയുന്നത്. അതിലാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചത്. ഇതിപ്പം വലിയ ദുരിതമാണ് എന്നാണ് നമ്മൾ കഴിച്ചിലായിട്ടുള്ളത്. കാരണം ഈ നമ്മൾ നിരന്തരമായിട്ട് പറയുന്നതാണ് ട്രാക്കിൻ്റെ 2 സൈഡിലുള്ള മരങ്ങളെ പറ്റിയിട്ട് റെയിൽവേനോട് മുറിച്ച് മാറ്റാനും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പം ആവശ്യപ്പെട്ട് അതേപോലെ ഇവിടെ കോഴിക്കോട് നഗരസഭൻ്റെ എല്ലാ വർഷക്കാലയളവും നടത്തുന്നതാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനം. ഞങ്ങൾക്ക് അതുപോലും നടത്താൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സൈഡിലും മഴ ആയിക്കഴിഞ്ഞാൽ വെള്ളക്കെട്ടാണ്. ഈ വെള്ളം ഒന്ന് ഒഴുക്കാൻ അല്ലെങ്കിൽ ചാലൊന്ന് നീക്കി കൊടുക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല, റെയിൽവേ സമ്മതിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഈ രാജ്യം ഏറ്റവും വലിയ ദുരിതമായി മാറിയും ഇന്ന് ആ മരം ആ ട്രെയിനിന്റെ മുകളിൽ വീണിട്ടുണ്ടെങ്കിൽ. കാരണം ഈ ട്രെയിന് വരാൻ നിൽക്കായിരുന്നു. കുറച്ച് 1 കിലോമീറ്ററിന്റെ ബാക്ക് സൈഡിലാണെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്നിട്ട് ഈ മരം വീണിട്ട് ഇവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവിടുത്തെ ജനങ്ങളാ. ഒരിക്കൽ ആ റെയിൽവേ ഉദ്യോഗസ്ഥർ വന്നിട്ടല്ല ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്നിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ ഈ ട്രാക്കിലേക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം കമ്പിവേലിയിട്ട് കെട്ടിയത് കൊണ്ട് ഇനി എന്തെങ്കിലും വലിയൊരു അപകടം ഉണ്ടായി. ഈ അപകടം ഉണ്ടായ എങ്ങനെയാണ് ഈ ഫയർഫോഴ്സും അതേപോലെ ആംബുലൻസും ഒക്കെ വന്ന് നമ്മൾ ഈ അപകടം പറ്റിയ ആളെ രക്ഷിക്കുക? എന്ത് സുരക്ഷാ സംവിധാനമാണ് ഈ യാത്രക്കാർക്ക് ഉള്ളത്? വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ കഴിച്ചതായിട്ടുള്ളത് വേണം പറയാൻ. എല്ലാ വർഷക്കാലവും ഈ റെയിൽവേക്ക് ഈ രാജ്യത്തിൽ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് റെയിൽവേ. എന്നാൽ എല്ലാ വർഷക്കാലവും ഈ റെയിലിന്റെ തൊട്ട് ഭാഗങ്ങളിലുള്ള മരങ്ങളും ചില്ലകളും ഒക്കെ വെട്ടി ഒന്ന് ആ ഗതാഗതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം ഈ കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു 6:50 ഉണ്ടാവും. 6:50 ചുഴലിക്കാറ്റ് ഒരു 10-55 കിലോമീറ്റർ 10-55 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പിന്നെ വണ്ടി മൂടുമ്പോൾ ആൾക്കാർ പായണണ്ടപ്പോൾ വില കൂട്ടി പാഞ്ഞ റെയിൽവേ. കാരണം വണ്ടി വളരെ സ്ലോയിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഈ താമസിക്കുന്ന ജനങ്ങളൊന്നും അത്ര പിന്നെ സുരക്ഷയുള്ള ആൾക്കാർക്ക് ഇവിടെ സുരക്ഷയുള്ള ആൾക്കാരൊന്നുമല്ല. ഇവിടെ താമസിക്കുന്ന പാവങ്ങൾ ഒരു ഗതിയില്ലാത്ത പാവങ്ങൾ അവിടെ താമസിക്കുന്നത് റെയിൽവേൻ്റെ അടുക്കിൽ. റെയിൽവേൻ്റെ അപകടം ഇവിടെ നിന്നിട്ട് അവിടെ വണ്ടി പോകണമെങ്കിൽ ആംബുലൻസ് പോകാൻ വരെ ഒരു യാതൊരു സംവിധാനം ഇല്ല. ഇന്നിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു പോയതാണെങ്കിൽ ഒരു ആംബുലൻസ് വരെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ലാത്തൊരു സുരക്ഷയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ ജീവനക്കാർ ഗ്യാസ് വെൽഡിംഗ് ഉപയോഗിച്ച് റൂഫ് ഷീറ്റുകൾ കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്നതാണ്. ഒരു ട്രാക്കിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ട്രാക്കിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഇന്ത്യൻ ന്യൂസ് ടൈമിന് വേണ്ടി ജംഷിദ് പെരുമണ്ണ.